ഹായ് മകളെ, SSLCയിൽ പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ A+ നേടുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടുക എന്ന് പറയുന്നത് ഒട്ടുമിക്ക കുട്ടികളുടെയും ആഗ്രഹമായിരിക്കും. പക്ഷേ പണ്ട് മുതലേ നമ്മൾ കേട്ടു എന്നൊരു കാര്യമാണ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ്. ഞാൻ എത്ര പഠിച്ചിട്ടും മറ്റ് സബ്ജക്റ്റുകളൊക്കെ എനിക്ക് മാർക്ക് നേടാൻ പറ്റുന്നുണ്ട്, പക്ഷേ മാത്സിൽ മാത്രം വിചാരിച്ചത്ര മാർക്ക് കിട്ടുന്നില്ല. യൂണിറ്റ് ടെസ്റ്റുകൾക്കൊക്കെ വളരെ മാർക്കുകൾ കുറവാണ്. ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് സാർ, പക്ഷേ വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് എനിക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ളത്. സോ ഇതിനെന്താണ് പരിഹാരം? വളരെ സിമ്പിളായിട്ട് പറയട്ടെ, ഈ വരുന്ന ഓണം എക്സാമിന് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ A+ വാങ്ങിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ചാലോ? അതിലൊരു സിമ്പിൾ വഴിയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 5ാമത്തെ ചാപ്റ്റർ വരെയാണ് നിങ്ങളുടെ ഓണം എക്സാമിന് പരീക്ഷകളുള്ളത്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസ്, രണ്ടാമത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും, മൂന്നാമത്തത് നമ്മുടെ സീക്വൻസ് ഓൾജിബ്ര പറയുന്ന അഥവാ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇട്ടാലോ? അതായത് നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്ന ഓണം എക്സാമിൽ തന്നെ ഫുൾ മാർക്കും അതോടൊപ്പം തന്നെ A+കളൊക്കെ വാങ്ങിക്കൊണ്ട് നമുക്ക് ആ ഭയത്തെ ഒഴിവാക്കാം. എങ്ങനെയെന്നല്ലേ? നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 5ാമത്തെ ചാപ്റ്റർ വരെയാണ് ഈ വരുന്ന ഓണം എക്സാമിന് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററും വളരെയധികം കണക്റ്റഡ് ആണ്. അതായത് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ് ഈ 2 ചാപ്റ്ററും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ഒരുമിച്ച് പഠിക്കാൻ നോക്കുക. അതിന് എന്തൊക്കെയാണ് വഴികൾ? ഒന്ന്, നിങ്ങൾ അസ്ത്ര ബാച്ചിൽ അംഗമാണ് എങ്കിൽ നിങ്ങൾക്ക് ആപ്പിലെ ലൈവുകളും ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടും അതിലെ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും പരീക്ഷയ്ക്ക് പോകാം. രണ്ടാമത്തേത്, നിങ്ങൾ ആപ്പിലൊന്നും പഠിക്കുന്നില്ല, ഇനി എവിടെയെങ്കിലുമൊക്കെ ട്യൂഷനൊക്കെ പോകുന്ന അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ്സുകളും സൈലത്തിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകൾ അവൈലബിൾ ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരുപാട് 3 പാർട്ട് 4 പാർട്ടോളം ലൈവ് ക്ലാസ്സുകൾ പോയിട്ടുണ്ട്. അതിൻ്റെ പുറമെ തന്നെ നമ്മൾ റെക്കോർഡ് വീഡിയോസുകളും ഈ ഒരു യൂട്യൂബ് ചാനൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി തുടർന്നും നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസുകൾ അവൈലബിൾ ആവാൻ പോവുകയാണ്. സോ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ സെക്കൻഡ് ചാപ്റ്റർ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് കാണാം. ഇനി ആപ്പിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ അടക്കം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യുക. എക്സാം ടൈം ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇനി പ്രീവിയസ് ഇയർത്തെ ലൈവുകൾ കാണാൻ പറ്റുമോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പല ആൾക്കാരും കൺഫ്യൂഷൻ ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടോളൂ. കാരണം പ്രീവിയസ് ഇയറിലെ എല്ലാ ടോപ്പിക്കും നമുക്ക് പഠിക്കാനില്ലെങ്കിൽ പോലും ചില ടോപ്പിക്ക് നമുക്ക് ഡിലീറ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടോ ഇനി അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ, ഒന്നാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററും ഒരുമിച്ച് പഠിക്കാൻ വിചാരിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ ഒന്നാമത്തെ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. കാരണം കഴിഞ്ഞ വർഷത്തെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മുഴുവൻ ഭാഗങ്ങളും ഈ വർഷത്തെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇക്വേഷൻസ് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഒന്നാമത്തെ ചാപ്റ്ററിലെ മുഴുവൻ ലൈവുകളും നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് ചെറിയൊരു ഭാഗം മാത്രമാണ് ഒഴിവാക്കിയത്. PA × PB = PC × PD എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, ചിത്രം വരയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള. ആ ഭാഗം മാത്രം ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ ഭാഗവും കഴിഞ്ഞ വർഷത്തെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഇക്വേഷൻ വരുന്ന ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ മതി. മൂന്നാമത്തെ ചാപ്റ്റർ ഏകദേശം പെർഫെക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അതേ ചാപ്റ്റർ തന്നെയാണ് ഈ വർഷവും വരുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ഈ വർഷത്തെ 4ാമത്തെ ചാപ്റ്റർ ആണത്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ലൈവുകൾ നിങ്ങൾക്ക് വീണ്ടും എടുത്ത് കാണാം, ഒരു കുഴപ്പമില്ല. ആൻഡ് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ 2ാം കൃതി ബഹുപദങ്ങൾ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് ആ ഭാഗം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സുഖമാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ എത്രയോ സുഖമാണ് ഈ വർഷം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുസ്തകം മാറി എന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള കുട്ടികളെക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുട്ടികളെക്കാൾ എത്രയോ പാർട്ടുകൾ നിങ്ങൾക്ക് കുറവാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഒരു ട്വിസ്റ്റ് വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ പല സ്കൂളുകളിലായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ മോഡൽ ക്വസ്റ്റ്യൻസുകൾ കാണുന്ന സമയത്ത് കുറേ പ്രസ്താവന ചോദ്യങ്ങളുണ്ട്. അസേഷൻസ് ആൻഡ് റീസണിങ് എന്ന പോലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ CBSE പാറ്റേൺ തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ആ പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ എക്സാം കടക്കുക തന്നെ വേണം. അപ്പോൾ ഓണം എക്സാമിനുള്ള ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അല്ലെങ്കിൽ ഓണം എക്സാമിൻ്റെ ഗവൺമെൻറ് എടുക്കുന്ന ഏതെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പേടി വേണ്ട, നമ്മൾ ആ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങളെ പബ്ലിക് എക്സാമിന് പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ എക്സാമിന് വേണ്ടി നമ്മളത് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതാണ്. സോ എല്ലാവരും മാക്സിമം അടിപൊളിയായിട്ട് പഠിക്കുക. യൂട്യൂബിൽ ക്ലാസ് ഇല്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണാം. ഈ വീഡിയോനെ പറ്റി നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഉറപ്പായിട്ടും മാത്തമാറ്റിക്സിൽ A+ കിട്ടുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്.